ബഫർ സോൺ വിഷയത്തിൽ പരാതികളും ആശങ്കകളും അറിയിക്കുവാൻ 2020-21 ഭൂപടം മാനദണ്ഡമാക്കണമെന്ന് സർക്കാർ. തദ്ദേശ വന റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പഞ്ചായത്ത് തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. ജനവാസ മേഖലകളും മറ്റ് നിർമ്മാണങ്ങളും ശരിയായി അടയാളപ്പെടുത്താതെ പ്രസിദ്ധീകരിച്ച ഉപഗ്രഹ സർവേ റിപ്പോർട്ടാണ് ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. ഈ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചായിരുന്നു വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നത്. എന്നാൽ ബഫർ സോൺ വിഷയത്തിൽ പരാതികളും ആശങ്കകളും അറിയിക്കാൻ 2020-21 ഭൂപടം മാനദണ്ഡമാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. 2021 കേന്ദ്രത്തിന് നൽകിയ സീറോ ബഫർ സോൺ ഭൂപടം പുറത്തുവിടും. ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയുള്ള സ്ഥലങ്ങൾ സീറോ ബഫർ സോണായും വനമേഖലയ്ക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ദൂരം ബഫർ സോണായുമാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂപടം മാനദണ്ഡമാക്കി പരാതികൾ അറിയിക്കാനാണ് തദ്ദേശം, വനം, റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം. പഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസറും മറ്റുദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പഞ്ചായത്ത് തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കാനും തീരുമാനമായിട്ടുണ്ട്. പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണം. വാർഡ് തലത്തിൽ പരിശോധന നടത്തണം. പരിശോധന നടത്തേണ്ടത് വാർഡ് അംഗം, വില്ലേജ് ഓഫീസർ, വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാകണം. നടപടികൾ വേഗത്തിലാക്കാനും പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.